2019 ഏപ്രിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന നോട്ടർഡാം കത്തീഡ്രൽ വർഷങ്ങൾ നീണ്ട സൂക്ഷ്മമായ പുനരുദ്ധാരണത്തിന് ശേഷം വീണ്ടും തുറക്കുന്നു. വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായ കത്തീഡ്രലിൻ്റെ പദവി സ്ഥിരീകരിക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങുകളാണ് കത്തീഡ്രലിൻ്റെ പുനർസമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ചരിത്രകാരന്മാരും വാസ്തുശില്പികളും കരകൗശല വിദഗ്ധരുമടങ്ങിയ പുനരുദ്ധാരണ ടീമിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് 850 വർഷം പഴക്കമുള്ള ഈ ഗോതിക് മാസ്റ്റർ പീസ് പുനഃസ്ഥാപിച്ചത്. ഘടനയുടെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനായി പരമ്പരാഗത വസ്തുക്കളും നവീന സാങ്കേതിക വിദ്യകളും ഒരുപോലെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ചരിത്ര സ്മാരകത്തിൻ്റെ യഥാർത്ഥ ഡിസൈനുകളോട് ചേർന്ന് നിൽക്കുന്നു. 19-ാം നൂറ്റാണ്ടിലെ വാസ്തുശില്പിയായ യൂജിൻ വയലറ്റ് ലേഡക് രൂപകൽപ്പന ചെയ്ത സ്തൂപിക ശിഖരത്തിൻ്റെ പുനർനിർമ്മാണമാണ് പുനരുദ്ധാരണത്തിൻ്റെ ഏറ്റവും പ്രധാന നേട്ടം. തീപിടുത്തത്തിൽ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ട ശേഷം പാരീസ് നഗരത്തിന് മുകളിൽ വീണ്ടും ഉയർന്ന ഈ സ്തൂപിക ശേഖരം ദൈവകൃപയുടെയും കൂട്ടായ്മയുടെയും ഉഗ്രമായ പ്രതീകമായി വർദ്ധിക്കുന്നു. ഡിസംബർ 8 നടക്കുന്ന സമർപ്പണ ചടങ്ങിൽ പാരീസിലെ ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ച് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാരീസ് രൂപതയുമായി ബന്ധപ്പെട്ട 5 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളും നോട്ടർഡാം കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കും. വിശുദ്ധ മാഡലിൻ സോഫി ബാരറ്റ്, വിശുദ്ധ മേരി യൂജനി മില്ലരറ്റ്, വിശുദ്ധ കാതറിൻ ലബോറോ, വിശുദ്ധ ചാൾസ് ഡി ഫുക്കോ, വാഴ്ത്തപ്പെട്ട വ്ളാഡിമിർ ഗിഗ എന്നിവരുടെ തിരുശേഷിപ്പുകളാണ് കത്തീഡ്രലിൽ പ്രതിഷ്ഠിക്കുന്നത്. 5 വർഷത്തിനു ശേഷം ആദ്യമായി കത്തീഡ്രലിൻ്റെ ഹാളുകളിൽ പ്രതിധ്വനിക്കുന്ന ദൈവസംഗീതം അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗായക സംഘം. തീപിടുത്തം നടന്ന് 5 വർഷത്തിനുള്ളിൽ കത്തീഡ്രൽ പുനഃസ്ഥാപിക്കുമെന്ന പ്രതിജ്ഞ നിറവേറ്റിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ, മതനേതാക്കൾ, പുനരുദ്ധാരണ സംഘത്തിലെ പ്രതിനിധികൾ തുടങ്ങിയ ക്ഷണിക്കപ്പെട്ട അതിഥികളാവും പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത്. പുനഃസ്ഥാപിച്ച സ്റ്റെയിൻ ഗ്ലാസ് ജനലുകളുടെ അനാച്ഛാദനം, അവയുടെ ചടുലമായ നിറങ്ങളുടെയും സങ്കീർണമായ ഡിസൈനുകളുടെയും പ്രദർശനം, തീയിൽ നിന്ന് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ട മുള്ളുകളുടെ കിരീടം ഉൾപ്പെടെയുള്ള തിരുശേഷിപ്പുകളുടെ ഘോഷയാത്ര എന്നിവയും ഇതിനോടനുബന്ധിച്ച് നടക്കും. സമർപ്പണത്തെ തുടർന്ന് ഡിസംബർ 9 നോട്ടർഡാം സന്ദർശകർക്കായി വീണ്ടും തുറക്കും. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മനുഷ്യന് എന്തും നേടാനാകും എന്നതിൻ്റെ തെളിവായി നോട്ടർഡാം കത്തീഡ്രൽ വീണ്ടും തുറക്കുമ്പോൾ അത് ഫ്രാൻസിന് മാത്രമല്ല ലോകത്തിന് തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിദിനം ശരാശരി 40,000 സന്ദർശകർ എന്ന തോതിൽ ഏകദേശം 1.5 കോടി ജനങ്ങൾ അടുത്ത വർഷം നോട്ടർഡാം കത്തീഡ്രൽ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.